നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്തെ കാണാറില്ല വലിയ കണ്ടെയ്നർ ലോറിയൊക്കെ ഇതുപോലെ ഇങ്ങനെ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ലോറി പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര സംശയമായിരിക്കും. ഈ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ എന്തായിരിക്കും കള്ളക്കടത്ത സാധനങ്ങളായിരിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ സിനിമകളിൽ നമ്മൾ എപ്പോൾ കാണുമ്പോഴും മുഖ്യ സമയങ്ങളിൽ ഇത് കള്ളക്കടത്തിനായിട്ട് ഉപയോഗിക്കുന്നതിലായിട്ട് നമ്മൾ കാണാറുണ്ടോ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കട്ടെ ഈ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ എന്താണ് കയറ്റുന്നതെന്നൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ഭയങ്കര ഹൈറ്റിലുള്ള യാത്ര. കാരണം നമ്മൾ ഇതുവരെ ബൈക്കിലും കാറിലും പിന്നെ ബസ്സിലും ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കണ്ടെയ്നറിൻ്റെ അകത്ത് കയറിക്കും ഞാൻ ഏതോ വലിയൊരു ഹൈറ്റിൽ യാത്ര ചെയ്യുന്ന പോലെ. അങ്ങനെ നേരെ പോയത് വല്ലാർപ്പാടത്തെ കണ്ടെയ്നർ ബോക്സ് കയറ്റുന്ന യാർഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ ബോക്സ് കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോറികൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടെയ്നർ റോഡിൽ എത്തിയിട്ടാണ്. കണ്ടെയ്നർ റോഡിൽ നിന്ന് നേരെ തിരിഞ്ഞിട്ട് നമ്മൾ കണ്ടെയ്നർ യാർഡിലോട്ട് കയറുക കേട്ടോ. കണ്ടെയ്നർ യാർഡിൽ കയറി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ണിന് വിസ്മയിപ്പിക്കുന്ന കാഴ്ച പോലത്തെ ഒരു കാഴ്ചയാണ്. കാരണം വെച്ചാൽ ഒരുപാട് ഫ്ലാറ്റ് സമുച്ചയത്തിൽ ചെന്ന് പെട്ട പോലൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ഈ യാർഡിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇതാ ഈ കാണുന്ന ഇത്തിരി കുഞ്ഞൻ കണ്ടോ, അവൻ്റെ പണി കണ്ടോ, അവൻ്റെ ശരീരത്തിനനുസരിച്ചുള്ള ജോലി ഒന്നും കേട്ടോ അവൻ ചെയ്യുന്നത്. ഈ കണ്ടെയ്നർ ലോറിയിലോട്ടേ കണ്ടെയ്നർ ബോക്സിൽ ഓടിയുന്നത് ഇവൻ്റെ ജോലിയാണ് കേട്ടോ. അതായത് ഇതിനെ 4K ലിഫ്റ്റ് എന്നാണ് പറയുക. പക്ഷെ നമുക്ക് തൽക്കാലത്തിന് ഇത്തിരി കുഞ്ഞൻ എന്ന് വിളിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എത്ര ആയാസമായിട്ടൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ വളരെ നിസാരമായിട്ടാട്ടോ ഇവന് എല്ലാതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കൊക്കെ ഈ ഒരു ബോക്സൊക്കെ ഇങ്ങനെ എടുക്കാതെ പറ്റുന്ന കാര്യമാണോ. ഇവൻ കണ്ടോ എത്ര പെട്ടെന്നാണല്ലോ, വളരെ സിമ്പിളായിട്ടുണ്ട്. ഇതുപോലെ രണ്ടെണ്ണം ഒന്നും കൂടിയല്ല രണ്ടെണ്ണമൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയം തോന്നിയിട്ടോ. ഈ കുഞ്ഞൻ്റെ ഡ്രൈവേഴ്സിന് ഓരോ ബോക്സും ലോറിയിലോട്ട് കയറ്റുമ്പോൾ 50 രൂപ വെച്ചിട്ടാണ് കേട്ടോ കിട്ടുക. അതാണ് അവരുടെ ചാർജ്. ഇതൊരു കണ്ടെയ്നർ ബോക്സിൻ്റെ ആകാണ് കേട്ടോ. ഇത് ഏതൊരു ലോഡൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ബോക്സ് ആയിരുന്നു. അതിനകത്ത് നല്ല മല്ലിയുടെ മണം ഉണ്ടായിരുന്നു. അതായത് മുന്നത്തെ ലോഡ് മല്ലിയുടെ ലോഡായിരിക്കും അത്. ഇതാണ് ആ കിടക്കുന്ന വലിയ കുറേ കണ്ടെയ്നർ ബോക്സുകൾ ഉണ്ടാവും. അതെല്ലാം 40 ഫീറ്റാണ്. ഈ കാണുന്ന ചെറിയൊരു ലോറി ഉണ്ട്, അതിനകത്ത് 20 ഫീറ്റാണ്. ചെറിയ ലോറി അതിന് 20 ഫീറ്റാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഇതാണ് 4K ലിഫ്റ്റിൻ്റെ റാഡ്. ഈ റാഡ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ആ കണ്ടെയ്നർ ബോക്സിൻ്റെ വെയിറ്റ് താങ്ങി നിർത്തുന്നതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ. ബോക്സിൻ്റെ എത്ര വെയിറ്റും താങ്ങി നിർത്താവുന്ന രീതിയിലാട്ടോ ഇതിനൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ടെക്നോളജിയുടെ ഓരോ വളർച്ചകളെ കണ്ടോ. ഇനിയാണ് 40 ഫീറ്റിൻ്റെ വലിയൊരു കണ്ടെയ്നർ ബോക്സ് ഇതാ ഇവൻ വീണ്ടും ഏറ്റി കൊണ്ടുവരുന്നുണ്ടോ. എങ്ങോട്ടോ ഏറ്റിക്കൊണ്ട് വേണം, എങ്ങോട്ടും അല്ല. ഇനിതേ നമ്മളാ ലോറിയിലോട്ട് ഇവൻ കൊണ്ടുവരികയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ നിസാരമായിട്ടാട്ടോ പുള്ളി അത് എടുത്തു കൊണ്ടുവരുന്നത് കണ്ടപ്പോഴേ ഒരു കുഞ്ഞിനെ എടുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അത് എങ്ങോട്ട് അനങ്ങുന്നൊന്നുമില്ല. അത് നേരെ കൊണ്ടുപോയി അത് വെച്ചു. ഇനി ഇങ്ങനെ കൊണ്ടുവന്ന് നേരെ ലോഡ് ചെയ്യാണ് കേട്ടോ. ഇത് ലോഡൊക്കെ ഇവർ കറക്റ്റ് ഒരു പൊസിഷനിൽ വെക്കും. കാരണം വെച്ചാൽ നിത്യാഭ്യാസി ആനയെ ചുമക്കും എന്ന് പറയില്ല, അതുപോലെ തന്നെ ഇവർ സ്ഥിരം ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് ഇവരെ എടുത്തിട്ട് നേരെ അത് ലോറിയിലോട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. ആ കറക്റ്റ് ഒരു ലോക്കിൽ വീഴാനുണ്ടോ. ഈ കണ്ടെയ്നർ ബോക്സിന് ഒരു ഹോളുണ്ട് പുറകിൽ. ആ ഹോളിലോട്ട് കറക്റ്റ് ലോറിയിലോട്ടുള്ള ലോക്ക് അങ്ങ് വെച്ച് കൊടുക്കും. പിന്നെ ഈ പെട്ടി എങ്ങോട്ടും അനങ്ങില്ല. ഇപ്പോൾ ഇത് കറക്റ്റ് ആ പൊസിഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടോ. ഇപ്പോൾ നോക്കിയാൽ കണ്ടെയ്നർ ലോറിയിൽ ഇപ്പോൾ അത് വലിയൊരു ബോക്സ് ആയി. ഇപ്പോൾ ലോറിയുടെ വലിപ്പം വലുതായില്ലേ. ഇത്ര നേരം ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. അങ്ങനെ ബോക്സ് കയറ്റി കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറിൻ്റെ അകത്തിലെ വേസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ യാർഡിനുള്ളിൽ തന്നെ ഒരു ബായി ഉണ്ടായിരുന്നു. ബായി ചൂലുകൊണ്ട് ഒന്ന് നന്നായി അടിച്ചു വാരി ക്ലീൻ ആക്കി തന്നു. ഈ കണ്ടെയ്നർ ബോക്സിൻ്റെ പുറകിലേക്ക് നമ്മൾ കാണാറില്ല ഇതുപോലെ കുറേ എഴുത്തും കുത്തൊക്കെ. ഇതിനകത്ത് 3700 എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൻ്റെ മൊത്തം വെയിറ്റ് ആണ്. 28,800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സും അതിനകത്ത് കയറ്റാവുന്ന കാർഗോയുടെ വെയിറ്റും കൂടിയായിട്ട് 28,800. അത്രയും വെയിറ്റ് ഉള്ളത് ഇതിനകത്ത് കയറ്റാൻ പറ്റുള്ളൂ. അതിനുള്ള കപ്പാസിറ്റി ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അതാണ് ഇതിങ്ങനെ എഴുതി വെച്ചത്. നമ്മൾ ഈ എഴുത്തും കുത്തൊക്കെ കണ്ടാൽ നമുക്കിത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇതൊക്കെ ഇത്രയും പ്രാധാന്യമുള്ള സാധനം എന്ന് പറയുന്നത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും പുറപ്പെട്ടു കേട്ടോ. ഇത് കണ്ടെയ്നർ യാർഡിൽ നിന്ന് മെല്ലെ പുറപ്പെട്ടു. പോകണ വഴിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ആകാശത്ത് നിന്ന് താഴത്തേക്ക് നോക്കുന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ വലിയ കണ്ടെയ്നർ ലോറിക്കാർക്ക് റോഡിലൂടെ ചെറിയ മറ്റു വണ്ടികളിൽ തട്ടാതെയും മുട്ടാതെയൊക്കെ കൊണ്ടുപോകുന്നില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ എനിക്കിതെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ എനിക്കും പേടിയിൽ ഒരു പാവം തോന്നിയിട്ട്. കാരണം എന്തോരം ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും ഭീതിപ്പെടുത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെയ്നറിനകത്തൊക്കെ ഫുള്ള് കള്ളക്കടത്തും അതുപോലെ വേറെ വല്ല രീതിയിലായിട്ടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ എല്ലാ സംശയം മാറി. കാരണം വെച്ചാൽ ഇതിനകത്ത് കാര്യമായിട്ട് എല്ലാ ഫുഡ് ഐറ്റംസ് ആണ്. നമ്മളെ ഫുഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നേരെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടെയ്നർ ബോക്സ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പേടിയൊക്കെ മാറി ശരിക്കും പറഞ്ഞാൽ ബഹുമാനം തോന്നുന്നു കണ്ടെയ്നർ ഡ്രൈവേഴ്സ് നോടും വണ്ടിയോടും കേട്ടോ. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന പെടാപ്പാടുണ്ടല്ലോ. എന്തായാലും അവർ നമുക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ യാത്രയെ ഉടുമ്പൽപേട്ടയിൽ നിന്ന് തേങ്ങ കയറ്റി കൊണ്ടുവരാനുള്ള യാത്രയാണ്. അങ്ങനെ കണ്ടെയ്നർ ലോറിയോടുള്ള എല്ലാ സംശയവും മാറി കിട്ടിയില്ലേ. അങ്ങനെ വീഡിയോ കണ്ടൊന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കൂട്ടോ.